ഹലോ ഹായ്. വാഴ 2 സർപ്രൈസ് ആയിട്ട് വന്ന് ഹിറ്റടിച്ച വാഴ 1ന് ശേഷം വാഴ 2 റിലീസായിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സവിൻ എസ് എ. കഥ ഓഫ് കോഴ്സ് വിപിൻ ദാസിൻ്റെ തന്നെ. അദ്ദേഹം തന്നെയാണ് വാഴ 1 എഴുതിയിരിക്കുന്നത്. ഇതും 2 അദ്ദേഹം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അഖിൽ ലൈലാസൂറിനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. കണ്ണൻ മോഹൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ വാഴ എന്ന് പറയുന്ന അവരുടെ ടൈറ്റിലിൽ അതിൻ്റെ ഒരു ഒരു ക്യാപ്ഷനെന്നോ അല്ലെങ്കിൽ ടാഗ് ലൈനെന്നോ എന്നുള്ള രീതിയിൽ അവർ ചേർത്തിരിക്കുന്നത് ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്നാണ്. ഇതിലേക്ക് വാഴ 2 വാഴ 1 അത് ബ്രോസ് എന്നുള്ളത് ബോയ്സ് ആയിരുന്നു. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്നായിരുന്നു. ഇതിൽ ബ്രോസ് ആയി. അപ്പോൾ ആ ടാഗ് ലൈനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കലക്കനൊരു സിനിമ. അത് ബോയ്സ് വാഴ 1 ബോയ്സ് ആയിരുന്നുവെങ്കിൽ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആയിരുന്നെങ്കിൽ ഇതിൽ ബ്രോസ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ കണക്റ്റ് ആവും. അതെന്തുകൊണ്ടാണ് ബോയ്സിൽ നിന്ന് ബ്രോസ് എന്നാക്കിയത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കിടിലൻ ഒരു സിനിമ. ഒരു മധുര വാഴ എന്ന് അങ്ങനെ ഒരു 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 ക്യാപ്ഷൻ കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കഴിഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഫസ്റ്റ് വാഴ 1നേക്കാൾ കുറച്ചും കൂടി എനിക്കിഷ്ടപ്പെട്ടു സെക്കൻഡ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതൊരു പക്ഷേ ഡിപ്പെൻസ് പല ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടിലായിരിക്കും. എനിക്ക് വാഴ 1നേക്കാൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാൻ പറയാം. അത് പറഞ്ഞപ്പോൾ ഒട്ടും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. മ്യൂസിക് അങ്കിത് മേനോൻ. മാൻ അറ്റ്സ് ഓഫ് ഒരു രക്ഷയില്ലാത്ത പരിപാടി. കാരണം എനിക്ക് വാഴ 1നേക്കാൾ കുറച്ചും കൂടി ഫീൽ ഗുഡ് പരിപാടി വാഴ 2 അപ്പോൾ ആ ഫീൽ ഗുഡ് പരിപാടി നമ്മുടെ ഇവിടെ കിട്ടണം. അവിടെ കിട്ടിയാലേ ഈ സാധനം മുഴുവൻ വർക്കാവുള്ളൂ. അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്കിത് മേനോൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. ഗംഭീര സ്കോറാണ് അയാൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് വാഴ 1ലുള്ള സ്കോറ് ഇതിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ആ വാഴ 1 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം നമുക്ക് ഇവിടെയും വീണ്ടും കിട്ടുകയാണ്. പിന്നെ സ്ക്രിപ്റ്റ്, അതാണ് ഞാൻ വിപിൻ ദാസിൻ്റെ കാര്യം പറഞ്ഞത്. ഏതാണ്ട് വാഴ 1ൻ്റെ പോലെ തന്നെ ഉള്ളൊരു ടെംപ്ലേറ്റും ഒരു ഒരു സ്ട്രക്ചറും പരിപാടിയൊക്കെ തന്നെയാണ് വാഴ 2 പക്ഷേ ഒരിടത്ത് പോലും നമുക്ക് എന്താ പറയുക ഒരു ഒരു ആവർത്തന വിരസതയോ അല്ലെങ്കിൽ ഒരു മുഷിപ്പോ മടുപ്പോ ഒന്നും തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അടിത്തറയാണ് സ്ക്രിപ്റ്റ്. കിട്ടില്ല സ്ക്രിപ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റും മ്യൂസിക്കുമാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം കുറേ പരിപാടികളുണ്ട്, പെർഫോമൻസ് എല്ലാം. എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയത് സ്ക്രിപ്റ്റും മ്യൂസിക്കും തന്നെയാണ്. പിന്നെ സവിൻ എസ് എ എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ, അദ്ദേഹവും ഗംഭീരമായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷനിൽ കൂടെ പരിപാടിയൊക്കെ നന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു പുതുമുഖ ഡയറക്ടറെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് വാഴ 2 കൂടെ. ഇനി വാഴ 3ഉം 4ഉം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, ഒരുപാട് ഫാൻസുള്ള ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫാൻസുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാവരെയും ഒരു ലോറിക്ക് എല്ലാവരെയും കയറ്റിയിട്ടിട്ട് സെറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് തുടയും കൂടാ മക്കളെ എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അവസരം ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണ്. എടുത്തു പറയേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ ഹാഷിർ, അതുപോലെ തന്നെ എന്താ പറയുക അജിൻ, വിനായക്, അലൻ, ഇവരെല്ലാവരും, ഞാൻ പേര് ഒരാളെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. ഇവരെല്ലാവരെയും അവരുടെ ഒറിജിനൽ പേരിൽ തന്നെയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. കഥാപാത്രങ്ങൾക്കും അവരുടെ പേരിന് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അവാർഡായിട്ട് കൂടി കണക്കാക്കണം. കാരണം അവരുടെ പേരിൽ തന്നെ അവർക്ക് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ എന്നെ ഞെട്ടിച്ചത് ബിജുക്കുട്ടനാണ്. കിട്ടിലനായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട ബിജുക്കുട്ടൻ ചോട്ടാ മുംബൈയിലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ട ഒരു എന്താ പറയുക ഒരു കൊമേഡിയൻ പരിപാടിയിൽ നിന്ന് ഇതാണ് ഇവരുടെ ഈ വിപിൻ ദാസിൻ്റെയൊക്കെ ഒരു സ്കൂൾ പരിപാടി ഉണ്ടല്ലോ, സിനിമാറ്റിക് സ്കൂളിൽ. അവർ ഇത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ടയം നസീർ, നമ്മുടെ അങ്ങനെ അസീസ് ഉള്ളവരെയൊക്കെ നമ്മൾ കോമഡിയന്മാരിൽ നിന്ന് അവർ വേറൊരു ക്യാരക്ടർ റോൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ബിജുക്കുട്ടനൊക്കെ അതൊരു സുധീഷ്, അവർക്കൊക്കെ ഗംഭീര ഒരു ക്യാരക്ടർ പരിപാടി കൊടുത്തിട്ട് അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക ആഷിറിനെയൊക്കെ ഒരുപാട് അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ ഇതൊന്നും ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ സിനിമയിൽ അവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന പോലെ ഏത് നാട്ടിലുള്ള എന്താ പറയുക ടീനേജ് പ്രായത്തിലുള്ള ആളുകൾക്ക് കണക്റ്റ് ആവുന്ന തരത്തിലുള്ള ഒരു സിനിമ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക UK ലേക്കും ഒക്കെ നമ്മൾ ഒരുപാട് പഠിക്കാൻ പോവുകയും അങ്ങനെ ഒരുപാട്, അതാണ്
അവരുടെ ടാഗ് ലൈനിൽ തന്നെ ഉണ്ട് സിനിമ മൊത്തം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നീതി പുലർത്തി എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ക്യാമറ അഖിൽ ലൈലാസുരൻ ഗംഭീരമായിട്ട് പകർത്തിയിട്ടുണ്ട്. ഒരു നാട്ടുമ്പുറവും അറിയാലോ അങ്ങനത്തെ ഒരു പരിപാടി. അവിടെ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് രസമായത് ഇതിൽ നമ്മൾ ഗൾഫും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യുകെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ എത്തുമ്പോൾ അതിൻ്റെ കളർ പാലറ്റും അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു മൊത്തം പരിപാടികളെല്ലാം മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു പശ്ചാത്തലം മാറുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത തോന്നും. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി എഫർട്ട് അവർ അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ പെർഫോമൻസ് വൈസ്, ടെക്നിക്കലി വൈസ്, സ്ക്രിപ്റ്റ് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായി കണക്റ്റായ, ഞാനിപ്പോഴും പറയുന്നു എൻ്റെ അഭിപ്രായമായിരിക്കാം, വാഴ 1 എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു വാഴ 2 എന്ന് എനിക്ക് തോന്നുന്നു. ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് അജു വർഗീസിൻ്റെ ക്യാരക്ടർ തുടക്കം കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ വിജയബാബു കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിജയബാബു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വിജയബാബുവിനോടൊരു വല്ലാത്തൊരു കലി തോന്നും. അത് ഗംഭീരമായിട്ട് ചെയ്തത്. പിന്നെ എന്താ പറയുക, വാഴ 1 കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്. അത് സ്പോയിലറൊന്നും അല്ല, അത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാനത് സ്പോയിലർ ആണെന്നെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് മനസ്സിലാകും അവർ വരും എന്നുള്ളത്. പക്ഷെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ഗംഭീരമായിട്ടാണ്. അത് നമ്മളറിയാതെ അവർ കൈയടിച്ച് പോകും. ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ വാഴ 1 മറ്റ് കഥാപാത്രം അച്ഛന്മാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് ഇട്ടിട്ടിട്ടിട്ടിട്ട് പോകുന്നുണ്ട് ഫാൻബോഡിക്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത 1-2 സംഗതികളുണ്ട്. അത് ഈ പറയുന്ന ഈ പോൺ മൂവീസ് കാണുന്ന, അത് ഫസ്റ്റിലും ഉണ്ട് ഇതിലും ഉണ്ട്. അപ്പോൾ പോൺ മൂവീസ് കാണുന്നതുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തിട്ടുള്ള ഒരു പശ്ചാത്തല സാധനങ്ങളുണ്ട് ഈ അച്ഛന്മാർക്ക്. അതെനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. അങ്ങനെയൊക്കെ നമ്മുടെ പാരൻസിലുള്ള ആളുകൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അങ്ങനെ ചെയ്യും എന്നുള്ളത് എനിക്ക് അത്ര അങ്ങ് സുഖിച്ചില്ല. അത് വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ചളിപ്പ് എനിക്ക് തോന്നി. അത് എന്തിനാണ് അങ്ങനത്തെ ഒരു സാധനം ആഡ് ചെയ്തെന്നുള്ളത്, അത് മാത്രം എനിക്ക് മോശമായിട്ട് തോന്നി. ഞാൻ വീണ്ടും പറയുന്നത്, 2 സിനിമയിലും വാഴ 1-ലും 2-ലും ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതല്ല, 1-ലും 2-ലും ഒരുപാട് തമാശകളുണ്ട്. ആ തമാശകൾ മുകളിൽ കുറച്ചും കൂടി ഫീൽ ഗുഡ് പരിപാടി ഫസ്റ്റിനിൽ നിന്ന് കുറച്ചുകൂടി സെക്കൻഡിലേക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഫീൽ ഗുഡ് പരിപാടി കുറച്ചുകൂടി ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി കണക്റ്റായി, എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ വാഴ 1 വെച്ച് കമ്പയർ ചെയ്യുന്നത്. ഗംഭീരമായൊരു സിനിമ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, വാഴ 2 എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇത് പൊളിറ്റിക്കലി കറക്റ്റായ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വാഴ എന്ന് പറയുന്നൊരു ക്യാപ്ഷൻ കൂടി ഞാൻ പേഴ്സണലി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ഒരിക്കലും ഇതൊരു എന്താ പറയുക യുവാക്കൾക്കുള്ള, അങ്ങനെ ടീനേജ് പ്രായത്തിലുള്ളവർക്ക് മാത്രം കണക്റ്റ് ആവുന്ന, അല്ല അവർക്ക് മാത്രമുള്ള ഒരു സിനിമയായിട്ട് ഒരു കാരണവശാലും എടുക്കരുത്. ഇതിൽ എന്താ പറയുക അധ്യാപകർക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ രക്ഷിതാക്കൾക്കുള്ള കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കണക്റ്റ് ആവും. അവർ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൊളിറ്റിക്കലി കുറേ കൂടി കണക്റ്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ശരിയായിട്ടുള്ള ഒരു സിനിമയായിട്ട് കൂടി എനിക്ക് വാഴ 2, അതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് മാറുന്നത് വാഴ 2. അതിലൊരുപാട് കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അത്തരം കുറേ കാര്യങ്ങളിൽ അവർ കൊണ്ടുവരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് കാണുമ്പോൾ അതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സിനിമ കൂടിയാണ് വാഴ 2. അതുകൊണ്ടാണ് പേഴ്സണലി ഫേവറേറ്റായി മാറുന്നത്.